നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ഒരു അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അതൊരു ബോർഡാണ് അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത്, ഒരു മദർ ബോർഡാണ് അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ മ്യൂസിക് സിസ്റ്റത്തിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു മദർ ബോർഡാണ്. അത് 2.1 എന്ന് പറഞ്ഞൊരു 2.1 ആഡിയോ സിസ്റ്റത്തിൻ്റെ ഒരു ബോർഡാണ് അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ബോർഡ് നമുക്ക് മാർഷൽ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഒരു ബോർഡാണ്. ഇത് ഏകദേശം ആമസോണിൽ 400-500 രൂപയ്ക്കൊക്കെ നമുക്ക് ഓൺലൈനിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യാൻ സാധിക്കും. നോർമൽ നമ്മുടെ അടുത്തുള്ള മാർക്കറ്റിലും ഇതുപോലുള്ളൊരു ബോർഡ് കിട്ടും. ഇത് 2.1 എന്ന് പറഞ്ഞൊരു ഇതിലാണ് വരുന്നത്. 2.1 എന്ന് പറഞ്ഞൊരു ഹോം തിയേറ്ററിൻ്റെ ഒരു ബോർഡാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ കാണുന്നൊരു സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിലിപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സോ ഗൈസ്, നമുക്ക് അൺബോക്സിങ്ങിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ മ്യൂസിക് ബോർഡ്. അപ്പോൾ ഇതൊരു മാർഷൽ എന്ന് പറയുന്നൊരു കമ്പനിയുടെ ആഡിയോ ബോർഡാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ബോർഡ് ഒന്ന് ജസ്റ്റ് അൺബോക്സിങ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഏകദേശം 450 രൂപയാണ് ആമസോണിലൊക്കെ വരുന്നത്. അപ്പോൾ നമുക്കിത് വെളിയിലുള്ള മാർക്കറ്റിലൊക്കെ പോയി നമുക്ക് എടുക്കാനൊക്കെ സാധിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സിങ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബോർഡ്. അപ്പോൾ ഈ ബോർഡിനകത്ത് വരുന്ന കുറച്ച് വയർ കണക്ഷനൊക്കെ കാണാം. അപ്പോൾ ഈ വയറൊക്കെ നമുക്ക് അല്ലാതാണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് എടുത്ത് ഈ വയറൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചതാണ്. വയർ നോർമലി ഇതിനകത്ത് കണക്ട് ചെയ്തല്ല വരുന്നത്, അല്ലാതെ നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ ഈ വയർ നമ്മളെടുത്ത് കണക്ട് ചെയ്യണം. ഇതുപോലെ ഇത് ചെയ്ത് വെക്കുന്നതാണ്, ജസ്റ്റ് പ്ലഗ് ഇൻ ചെയ്ത് വെക്കുന്ന വയറുകളാണ്. അപ്പോൾ നമുക്ക് ബോർഡ് ഇതാണ്, ഇത്രയുള്ളൊരു ബോർഡ്. അപ്പോൾ നമ്മുടെ ഒരു ഹോം തിയേറ്ററിൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ 2.1 ഹോം തിയേറ്ററിൻ്റെയൊക്കെ ഒരു ബോർഡാണ് ഈ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ബോർഡിനകത്ത് വരുന്ന സർക്യൂട്ടൊക്കെ നോക്കാം എങ്ങോട്ടൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഈ ഒരു സർക്യൂട്ട് വരുന്നത് നമ്മുടെ സബ് ബൂഫറിൻ്റെ സർക്യൂട്ടാണ്. ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് ബൂഫർ എന്ന് പറഞ്ഞിട്ട്, സബ് ബൂഫറിൻ്റെ സർക്യൂട്ടാണ്. ഇത് നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ സർക്യൂട്ടാണ്. നമ്മൾ ട്രാൻസ്ഫോമറൊക്കെ കണക്ട് ചെയ്തതിൻ്റെ സർക്യൂട്ടാണ്. ഇത് നമ്മുടെ ബാസ്, നമ്മുടെ ഇപ്പം വോളിയം കൺട്രോൾ ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു സർക്യൂട്ടാണ്. നമ്മൾ ബാസ് കൺട്രോൾ ചെയ്യുന്നതിൻ്റെ കണക്ടർ കൊടുക്കുന്ന സർക്യൂട്ടാണ്. ഇത് നമ്മുടെ ട്രിബിൾ കൺട്രോൾ ചെയ്യുന്നതിൻ്റെ സർക്യൂട്ടാണ്. നിങ്ങൾക്ക് കാണാം ഇവിടെ ട്രിബിൾ, ബാസ്, ട്രാൻസ്ഫോമർ, സബ് ബൂഫർ. ഇനി ലാസ്റ്റ് വൺ നമുക്ക് ഇവിടെ വരുന്നത് വോളിയം ഔട്ട്പുട്ട് എന്ന് പറഞ്ഞൊരു കണക്ടറാണ്. കാര്യം നമ്മുടെ ഈ സ്പീക്കർ വോളിയം ഒക്കെ വോളിയം സൗണ്ടൊക്കെ കൂട്ടുന്നതിൻ്റെ ആ ഒരു ഇത് കണക്ട് ചെയ്യുന്നതിൻ്റെ ഇതാണ്, വോളിയം കൂട്ടുന്നതിൻ്റെയൊക്കെ ഒരു ഇതാണ്. ഇത് രണ്ടും സ്പീക്കറാണ്. ഈ ഒരു 3 വയർ വരുന്ന സ്പീക്കറിലോട്ടാണ്. നമ്മളിപ്പോൾ ജസ്റ്റ് 2.1 എന്ന് പറയുമ്പോൾ 2 സ്പീക്കർ ലെഫ്റ്റും റൈറ്റും ഉണ്ടെങ്കിലല്ലേ ഒരു 2.1 ഹോം തിയേറ്ററൊക്കെ വരുന്നത്. 2 സ്പീക്കർ കാണും, ട്രിപ്പിൾ സ്പീക്കർ ലെഫ്റ്റും റൈറ്റും, മെയിനായിട്ട് സബ് വൂഫർ. ഇങ്ങനെയാണ് 2.1 ഹോം തിയേറ്ററിൻ്റെയൊക്കെ സെറ്റപ്പ്. അപ്പോൾ നമ്മുടെ ഈ ലെഫ്റ്റും റൈറ്റും കണക്ഷൻ എടുത്തിട്ടാണ് നേരെ അത് സബ് വൂഫറിലോട്ട് പോകുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കണക്ഷൻ. ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കുമ്പോൾ വലിയ കാര്യങ്ങളായിട്ടൊന്നും ഇല്ല, വലുതായിട്ട് ICയോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് കപ്പാസിറ്ററും കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ IC ആയിട്ടൊക്കെ വരുന്നത്. 4 IC ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ചെറിയ ബോർഡാണ്, വലിയ ബോർഡല്ല. അപ്പോൾ ഇനി ഈ ഒരു ബോർഡ് കണക്ട് ചെയ്യുന്നത് അടുത്തൊരു വീഡിയോയിൽ ഞാൻ ചെയ്യുന്നതാണ്. ഈ ബോർഡ് എങ്ങനെയാണ് കണക്ട് ചെയ്ത് പ്രവർത്തിക്കുന്നതൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. ഇന്നും ജസ്റ്റ് ഇത് ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇതിലുള്ളായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ബോർഡ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ബോർഡിൻ്റെ ലിങ്ക് ഞാൻ താഴത്ത് കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്നും പർച്ചേസ് ചെയ്യാനാണ്. അപ്പോൾ അടുത്തൊരു ടെക്നോളജി വീഡിയോ കാണുന്നവരെ ബൈ.